ഇന്ന് നമുക്കൊരു മേളയ്ക്ക് പോയാലോ? ഇവിടെ പഞ്ചാബിലെത്തിയതിന് ശേഷമാണ് ഈ മേള എന്ന് പറഞ്ഞ വേർഡ് ഇത്രയ്ക്കൊരു ഫെമിലിയർ ആണ് ഞാൻ അറിയുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ നമ്മളതിന് എക്സിബിഷൻ എന്നാണ് പറയുക. പക്ഷേ ഇവിടെ എല്ലാം മേളയാണ്. ഇവിടെ എന്തൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വരുന്നതിന് മുന്നേ ഒരു മേള ഉണ്ടാവും. ലൈക്ക് ദീപാവലി ആണെങ്കിൽ ഒരു ദീപാവലി മേള. ഇപ്പോൾ വിൻ്റർ തുടങ്ങാൻ പോകുന്നത് കൊണ്ട് വിൻ്ററിൻ്റെ ഒരു മേളയാണ് ഇവിടെ. ഇവിടെ കൂടുതൽ നമുക്ക് വിൻ്ററിന് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുള്ളത് അത് ഫോക്കസ് ചെയ്തിട്ട് തുടങ്ങിയൊരു മേളയാണ്. പക്ഷെ അല്ലാതെയും കുറേ ഐറ്റംസ് അവിടെ ഉണ്ട്. ഒരുപാട് വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ പോയ മേളയിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടെയാണ്. കാരണം നല്ല ഐറ്റംസ് എല്ലാം എനിക്ക് ലോക്കലായിട്ട് ഒന്നും അവിടെ തോന്നിയിട്ടില്ല. എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. തുടക്കത്തിൽ കയറി സ്റ്റോളിലൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ലെങ്കിലും മുന്നോട്ട് പോകുന്നതിന് സ്റ്റോളിൽ പല വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഈ പഞ്ചാബ് കാശ്മീരി ടൈപ്പ് ഡ്രസ്സുകളാണ് ഇവിടെ ഉള്ളത്. ഈ കാശ്മീരി ടൈപ്പ് സൽവാർസൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ കുറേ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള മാലകൾ, വളകൾ, പല ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങളെ മെയിൻ ഉദ്ദേശം കുറച്ച് വിൻ്റർ ഡ്രസ്സ് വാങ്ങാൻ എന്നാണ്. വിൻ്റർ ഡ്രസ്സ് ഇവിടെ ഭയങ്കര ചീപ്പായി കിട്ടുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മാലകളെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സൽവാർസൊക്കെ കണ്ടില്ലേ, ഇതൊരു കാശ്മീരി സ്റ്റൈലാണ് ഇവിടുത്തെ ഡ്രസ്സുകളെല്ലാം. പിന്നെ ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്തോറും പല ഹോം ഡെക്കർ ഐറ്റംസും കണ്ടു. നല്ല അഫോർഡബിൾ ആയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ക്വാർട്ടറിലെല്ലാം സ്പേസ് കുറവായതുകൊണ്ട് കുറേ ഐറ്റംസ് ഒന്നും വാങ്ങിക്കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഈ ഒരു സ്റ്റോളിൽ എന്തെടുത്താലും 30 രൂപയായിരുന്നു. പല പല വെറൈറ്റി ഓഫ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പല സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ നിലക്ക് വേണ്ടിയിട്ട് കുറേ സാധനം അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മെയിൻ ഏരിയയിലേക്ക് പോകുന്നതിന് മുന്നേ ലിയോ കണ്ടല്ലോ ബോൾ സ്പോട്ട് ചെയ്ത്. പിന്നെ ബോൾ കിട്ടിയേ അവൻ അടങ്ങുള്ളൂ. ബോൾ വേണമെന്ന് പറഞ്ഞാൽ വേണം, പിന്നെ നോ അതർ ഓപ്ഷൻ. പിന്നെ വാങ്ങല്ലാതെ ഞങ്ങൾക്ക് നിവർത്തില്ല. ഇങ്ങനെ ഞങ്ങൾ കൂട്ടി വെച്ച് ഞങ്ങൾ ക്വാർട്ടറിൽ ഇപ്പോൾ ഒരു 25 ബോൾ എങ്ങാനുണ്ട്. ബോൾ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ എല്ലാ ബോളും ഇപ്പോൾ എന്നിട്ട് ബെഡിൻ്റെ അടിയിലേക്ക് ഇടാണ് ചെയ്യാറ്. ബോൾ കിട്ടിയപ്പം മൂപ്പര് ഹാപ്പിയായി. പിന്നെ അവനെ എടുക്കുന്നതൊന്നും ഇഷ്ടമില്ല, കാരണം ബോൾ കളിക്കണമല്ലോ. പിന്നെ അവനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയയിൽ ഫുള്ള് പാത്രങ്ങൾ, പ്ലേറ്റുകൾ, അങ്ങനത്തെ സംഭവങ്ങളെല്ലായിരുന്നു. പക്ഷെ നല്ല ഭംഗിയുള്ള ഐറ്റംസ്, ഭയങ്കര ചീപ്പായിട്ട്. പക്ഷെ എന്തിനാ വെറുതെ കുറേ വാങ്ങിയിട്ട് ഞാൻ കുഞ്ഞു പ്ലേറ്റ് 2 എണ്ണം വാങ്ങി. പിന്നെ ലിയോ ഇതിങ്ങനെ നടക്കുക തന്നെയാണ്. അവന് കുറേ സ്പേസും കിട്ടി കളിക്കാൻ. ഹീസ് വെരി ഹാപ്പി. അങ്ങനെ കളിച്ചും കൊണ്ടേ നടക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഡ്രസ്സിൻ്റെ ഏരിയയിലേക്ക് പോയി. എനിക്ക് 2-3 പാൻറ്റും ടീഷർട്ടും അതേപോലെ സ്വെറ്റേഴ്സൊക്കെ വാങ്ങി. ഭയങ്കര ചീപ്പായിട്ടാണ്. പല സ്ഥലത്തും ഞങ്ങൾ സ്വെറ്റേഴ്സ് വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിലും ഈ ഇത്ര വാമായിട്ടുള്ള സ്വെറ്റർ ഞങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ ഒരു സെറ്റ് ഏട്ടന് ഇഷ്ടമായിട്ട് മോളിൽ നിന്ന് എടുപ്പിച്ചതാണ് എനിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വാങ്ങണ്ട, എനിക്ക് ഇഷ്ടമായിട്ടില്ലായിരുന്നു പേഴ്സണലി. പിന്നെ അത് കുറച്ച് റേറ്റ് ഉള്ളതുമായിരുന്നു. പിന്നെ ഓൾറെഡി കുറേ വാങ്ങിയതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് വാങ്ങണ്ട എന്ന്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ മേളയിലെ വിശേഷങ്ങൾ. ഇതൊരു 10 days മേളയാണ്. ഒരുപാട്